കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിരുവിൽവാമല പഞ്ചായത്തിൽ പൊതുജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണാനും വന്യമൃഗശല്യം തടയാനും ലക്ഷ്യമിട്ട് ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങളുടെയും കർഷകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് സമിതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വന്യമൃഗശല്യം ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ വിശദമായി ചർച്ച ചെയ്തു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആർ ദിനേശൻ സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്ത യോഗത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ മണികണ്ഠൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം ആർ ജിതിൻ രാജ് എന്നിവർ സംസാരിച്ചു. ജനങ്ങളെ അലട്ടുന്ന പ്രാദേശിക വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്താൻ സമിതി ലക്ഷ്യമിടുന്നു. ഒരു ദിവസമെങ്കിലും ഒരു പ്രശ്നം പാമ്പായിട്ടും പന്നിയായിട്ടും മുള്ളംപന്നി ഇനി എന്തൊക്കെ തരം ജീവികളെ ഉണ്ടോ ഓരോ ജീവികളെ കൊണ്ടും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രശ്നങ്ങൾ 2017 ശേഷമുള്ള പ്രശ്നങ്ങൾ ചിന്തിച്ചാൽ 2018 കേരളം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രളയം. കേരളത്തിൻ്റെ എല്ലാ രീതിയിലും കാർഷിക മേഖലകളെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥനെ ഇത്ര അധികം ബാധിച്ചൊരു പ്രശ്നമില്ല. നമ്മുടെ പണ്ട് പറയും 1999 വെള്ളപ്പൊക്കം എന്ന് പറയും. അതിന് ശേഷം ഉണ്ടായ പ്രധാന ഒരു സംഭവമാണ് പണ്ടത്തെ നൂറ്റാണ്ടുകളിലെ ഒരു വെള്ളപ്പൊക്കം. അങ്ങനെയാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ തുറമുഖം പോയിട്ട് ഇന്ന് കൊച്ചിക്ക് പ്രാമുഖ്യം വന്ന കൊടുങ്ങല്ലൂരിലെ മുദ്രിസ് നശിച്ചുള്ള പ്രധാന കാരണമായിരുന്നു അന്നത്തെ വെള്ളപ്പൊക്കം. അതിനുശേഷം കൊച്ചി തുറമുഖം ഉയർന്നു വന്നു. അങ്ങനെ തുടങ്ങി കേരളത്തെ പ്രധാനമായിട്ടും ബാധിച്ച ഒരു കാര്യമാണ് വെള്ളപ്പൊക്കം. CCV ന്യൂസ് തിരുവല്ലോമല.